ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഏറ്റവും ആദരണീയനായ കോർപ്പിസ്കോപ്പ അച്ഛൻ, വൈദിക ശ്രേഷ്ഠരെ, മദ്ബഹായിലെ സഹോദര ശുശ്രൂഷകരെ, മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, കുഞ്ഞുമക്കളെ, ഏവർക്കും തൃത്വനാമത്തിൽ സ്നേഹവന്ദനം. പറഞ്ഞത് തന്നെ വീണ്ടും പറഞ്ഞുകൊണ്ട് പറഞ്ഞതെല്ലാം സത്യമാണെന്ന് പറയാൻ ശ്രമിക്കുന്ന ഒരു മനുഷ്യരുടെ ഇടയിൽ ക്രിസ്തു സാവധാനം ഇരുന്നുകൊണ്ട് പറഞ്ഞു തുടങ്ങുന്നത് ഇങ്ങനെയാണ്: കേൾപ്പീൻ, ഒരു വിതക്കാരൻ വിതപ്പാൻ പുറപ്പെട്ടു. വേദപുസ്തകത്താളുകളിൽ എവിടെയാണ് കേൾവിക്ക് ഇത്ര പ്രാധാന്യം എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ, പഴയ നിയമകാലം തൊട്ട് നിയമങ്ങളും ഉടമ്പടികളും നൽകുന്ന യഹോവയാം ദൈവം ഒരു കാര്യം മാത്രം തൻ്റെ ജനത്തെ ഓർമ്മിപ്പിച്ചു: നീ ഇത് കേട്ട് അനുസരിച്ചാൽ ഞാൻ അരുളി ചെയ്യുന്ന അനുഗ്രഹങ്ങൾ നിനക്കുണ്ടാകും. അങ്ങനെയെങ്കിൽ കേൾവിയും അനുസരണവും പരസ്പര പൂരകങ്ങളായി തീരുന്ന ക്രൈസ്തവ ജീവിതത്തിൽ ക്രിസ്തു പറഞ്ഞു തുടങ്ങുന്നത് തന്നെ കേൾപ്പീൻ, ഒരു വിതക്കാരൻ വിതപ്പാൻ പുറപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ്. പെന്തിക്കോസ്തിക്ക് ശേഷമുള്ള 8ാം ഞായറാഴ്ചയിലേക്ക് ഞാൻ നിങ്ങളെ എത്തി നിൽക്കുമ്പോൾ, ഇന്ന് നാം വായിച്ചു കേട്ട വിശുദ്ധ ഏവെങ്കേലിയോൻ ഭാഗം വിശുദ്ധ മർക്കോസ് ഏവെങ്കേലിസ്തൻ എഴുതിയ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 20 വരെയുള്ള വേദഭാഗങ്ങളാണ്. കഴിഞ്ഞ ഞായറാഴ്ച വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ ഏതാനും ഭാഗങ്ങളാണ് നമ്മൾ വായിച്ച് മനസ്സിലാക്കിയത്. അവിടെ ഒരു ദുരാത്മബാധിതനാണ് ക്രിസ്തു എന്ന് പറഞ്ഞു പഠിപ്പിക്കാൻ ശ്രമിക്കുന്ന മനുഷ്യരുടെ ഇടയിൽ ഛിദ്രത്തിന്റെ അനുഭവം നാശത്തിലേക്ക് വഴി നയിക്കുമെന്ന് പഠിപ്പിച്ച കർത്താവ് വീണ്ടും അതിനോട് ചേർന്ന് തന്നെ പറഞ്ഞു വെക്കുകയാണ്: കേൾപ്പീൻ, ഒരു വിതക്കാരൻ വിതപ്പാൻ പുറപ്പെട്ടു. ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളെ ഉപമകളിലൂടെ സംസാരിച്ച ക്രിസ്തുനാഥൻ തൻ്റെ മുമ്പിൽ കൂടിയിരുന്ന ജനസമൂഹത്തിന് പറഞ്ഞു കൊടുത്തതെല്ലാം ഉപമകളിലൂടെയായിരുന്നു. അവിടെയാണ് വിതക്കാരൻ്റെ ഉപമയും പ്രസക്തിയാർജിക്കുന്നത്. ഒരുപക്ഷെ ഒരുപാട് കേട്ടതുകൊണ്ടാണോ, ഒരുപാട് നമ്മളതിനെ വായിച്ച് വിശകലനം ചെയ്തതുകൊണ്ടാണോ അധികമൊന്നും പറയുവാനോ ഗ്രഹിക്കുവാനോ സാധിക്കാത്ത നിലയിലേക്ക് പലപ്പോഴും പല വേദഭാഗങ്ങളും വേദാനുസ്മരണങ്ങളും മാറിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങളും ജീവിക്കുന്നത്. കർത്താവായ യേശു തമ്പുരാൻ തന്നെ ആ ഉപമയെ സവിസ്തരം വിസ്തരിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുക്കുന്നുണ്ട്. അവിടെ ഒരു ചോദ്യം പ്രസക്തമാണ്: ഈ ഉപമ നിങ്ങൾ ഗ്രഹിക്കുന്നില്ലയോ? ഇത് നിങ്ങൾ ഗ്രഹിച്ചില്ല എങ്കിൽ ഇതിലും ശ്രേഷ്ഠമായത് നിങ്ങൾ എങ്ങനെ ഗ്രഹിക്കും? എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ദൈവത്താൽ വിളിക്കപ്പെട്ട് ദൈവനിയോഗത്താൽ ദൈവസന്നിധിയിലായിരിക്കുന്ന ഞാനും നിങ്ങളുടെയും ഹൃദയങ്ങളിൽ ക്രിസ്തു ഉന്നയിക്കുന്ന ഒരു വലിയ ചോദ്യം ഇതാണ്: നിങ്ങൾ ഇനിയും ഇത് ഗ്രഹിക്കുന്നില്ലയോ? ഗ്രഹിക്കുവാൻ വൈമനസ്യം കാണിച്ചവരുടെ മനസ്സുകളുടെ മുമ്പിൽ ക്രിസ്തു 4 നിലങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. പലപ്പോഴും അത് 4 വ്യക്തിത്വ സ്വഭാവങ്ങളായി പറഞ്ഞു പഠിപ്പിച്ചുകൊണ്ട് സന്തോഷത്തോടെ സൗകര്യത്തോടും കൂടെ നമ്മളൊക്കെ നല്ല നിലങ്ങളാണ് എന്ന് നമ്മൾ തന്നെ സ്വയം തോളത്ത് തട്ടി ഒന്ന് പ്രശംസിച്ചിട്ട് ഈ വേദഭാഗം അടച്ചു വെക്കുന്നതാണ് നമ്മുടെയൊക്കെ പതിവ്. എന്നാൽ ഈ 4 നിലങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാവുന്ന 4 കുറവുകളാണ് എന്ന് തിരിച്ചറിയുവാൻ സാധിച്ചാൽ, 3 കുറവുകളാണെങ്കിൽ 1 നമ്മുടെ ലക്ഷ്യമാണ്. നല്ല നിലമായി മാറുവാൻ ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ക്രിസ്തു ഓർമ്മിപ്പിക്കുകയാണ്: കേൾപ്പീൻ, 3 കുറവുകളെ നീ നികത്തണം. 3 പോരായ്മകളെ നിനക്ക് പരിഹരിക്കുവാൻ സാധിച്ചാൽ ക്രിസ്തു പറയുകയാണ്: ആ നിലത്ത് വീണ വിത്ത് 30-ആയും 60-ആയും 100-ആയും ഫലം പുറപ്പെടുവിച്ചു. കർത്താവിൽ സ്നേഹമുള്ളവരെ, ഈ വിതക്കാരൻ അന്വേഷിച്ചത് വളരുന്ന മണ്ണല്ല. ഈ വിതക്കാരൻ അന്വേഷിച്ചത് വിളയുന്ന മണ്ണാണ്. ഏത് മണ്ണിലും എന്തും വളരും, എന്നാൽ വിളയുക അത്ര എളുപ്പമല്ല. അതുകൊണ്ടാണ് ഈ വിതക്കാരൻ പ്രസക്തി ആർജിക്കുന്നതും. പലപ്പോഴും കൃഷിയുടെ പശ്ചാത്തലങ്ങളിൽ നിന്ന് കടന്നു വന്നവർക്കറിയാം, വിതയ്ക്കുവാനുള്ള വിത്ത് ഒരിക്കലും അലക്ഷ്യമായി നമ്മൾ അങ്ങനെ കളയാറില്ല. വിതയ്ക്കാനുള്ള വിത്തിനെ കാത്തിരിക്കുന്ന നിലത്തിലേക്ക് മാത്രമാണ് ആ വിത്തുകളെ നമ്മൾ കൊണ്ടെത്തിക്കുന്നത്. എന്നാൽ ഓർക്കുക, ഈ വിതക്കാരൻ ഒരുപക്ഷെ ഇന്നിന്റെ ലോകത്ത് ഒരു ഭോഷനാണ്.
ഇന്നിന്റെ ലോകത്ത് ധൂർത്തിന്റെ ഒരു അടയാളമായി പലപ്പോഴും ആ വിധക്കാരനെ നമ്മൾ ചിത്രീകരിച്ചേക്കാം. കാരണം എന്താണ്? തനിക്കുണ്ടായിരുന്ന അമൂല്യ നിക്ഷേപത്തെ വഴിയരികിൽ കളയുന്ന ഒരു മനുഷ്യൻ, തനിക്കുണ്ടായിരുന്ന അമൂല്യ നിക്ഷേപത്തെ വളരുവാൻ സാധ്യതയില്ല എന്ന് തിരിച്ചറിഞ്ഞിട്ടും പാറക്കൂട്ടങ്ങൾക്കിടയിലേക്ക് വിതയ്ക്കുന്ന മനുഷ്യൻ, തനിക്ക് അമൂല്യമായിരുന്നതിനെ മുള്ളുകളിടയിൽ ഞെരുങ്ങുവാൻ വിതയ്ക്കുന്ന മനുഷ്യൻ. അങ്ങനെയെങ്കിൽ ഓർക്കുക, ഇനിയും ജീവിതത്തിൽ ദൈവവചനം വിളയുകയില്ല എന്നുള്ള തോന്നലുകൾ ഹൃദയത്തിൽ ഉണ്ട് എങ്കിൽ അതിനിവിടെ വിരാമമിടാം. കാരണം ക്രിസ്തു പറയുകയാണ്, നിന്നെ അന്വേഷിച്ചും ഈ വിത്ത് കടന്നു വരും. അവിടെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാവുന്ന ആ കുറവുകളെ ദൈവോന്മുഖമായി ചേർന്നിരുന്നുകൊണ്ട് ഒന്ന് നികത്തുവാൻ സാധിച്ചാൽ ക്രിസ്തു പറയുകയാണ്, ആ വിത്ത് 30, 60, 100 മേനിയായി ഫലത്തെ പുറപ്പെടുവിക്കും. അങ്ങനെയെങ്കിൽ ആദ്യത്തെ നിലമെന്ന് പറയുന്നത് വഴിയരികിൽ വീണ വിത്തിന്റെ പശ്ചാത്തലത്തിലാണ്. പലപ്പോഴും നമ്മളൊക്കെ പലരുടെയും ജീവിതത്തിൽ വഴിയായി മാറിയിട്ടുണ്ട്. എങ്ങനെയാണ് ഒരു വഴി ഉണ്ടാകുന്നത് എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. വെട്ടിയുണ്ടാക്കുന്ന വഴികളുണ്ട്. എന്നാൽ ചില വഴികൾ മനുഷ്യർ ചവിട്ടി 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 വഴികളായി മാറിയ പാതകളാണ്. നമ്മുടെ ജീവിതത്തിൽ പലർക്കും സഹായമായി നിന്നതുകൊണ്ട് മാത്രം, പലപ്പോഴും വഴികാട്ടികളായി മാത്രം മാറിപ്പോകുന്ന വിശ്വാസികളായി ഞാൻ നിങ്ങൾ മാറുന്നുണ്ടോ എന്ന് ചിന്തിക്കണം. അവിടെയാണ് വഴിയരികിൽ വിത്തുണ്ട്, പക്ഷേ അതിനെ വിളയുവാൻ സാധിച്ചില്ല. നമ്മുടെ ജീവിതത്തിൽ വഴികാട്ടുകളായി മാത്രം നാം മാറുമ്പോൾ വചനത്തിന്റെ ആത്മാവിനെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് എവിടെയോ നമുക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ്. അവിടെയാണ് ആ വിതക്കാരൻ വിതച്ച വിത്ത് നമ്മളോടൊരു കാര്യം പറയുന്നത്. കേവലം വഴിയായതുകൊണ്ട് മാത്രമായില്ല, വിളയുന്ന നല്ല നിലങ്ങളായി മാറുവാൻ എനിക്ക് നിങ്ങൾക്കും സാധിക്കണം. രണ്ടാമതായി നാം കണ്ടുമുട്ടുന്ന നിലമെന്ന് പറയുന്നത് പാറക്കൂട്ടങ്ങളാണ്. എങ്ങനെയാണ് ഒരു കല്ലുണ്ടാകുന്നത്? മണ്ണ് കൂടിക്കൂടി അത് ഘനീഭവിച്ച് കാലങ്ങൾ കൊണ്ടാണ് അതൊരു കല്ലായി മാറുന്നത്. നമ്മുടെ ജീവിതത്തിലേക്കും നമുക്കതിനെ ഒന്ന് കൊണ്ടുവരാം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിട്ടുകളയാൻ ശ്രമിക്കാത്ത, ഒരിക്കലും വിട്ടുകൊടുക്കാത്ത ചില ആഗ്രഹങ്ങളും ചില മോഹങ്ങളും ചില പ്രതികാര ബുദ്ധികളും നമ്മുടെ ജീവിതത്തിലുണ്ട്. വിട്ടുകൊടുക്കുവാൻ എനിക്കിന്നും സാധിച്ചിട്ടില്ല. അവിടെയാണ് കേവലം ഒരു മണ്ണായി മാത്രം തുടങ്ങിയ ആ വികാരം ഒരു കല്ലായി മാറുന്നത്. ആ കല്ല് നമ്മുടെ ഹൃദയത്തിൽ ഒരു ഭാരമായി പിന്നീട് മാറുകയാണ്. നോക്കൂ, അവിടെ വീഴുന്ന വിത്തിൻ്റെയും അവസ്ഥ എന്ന് പറയുന്നത് ചിലപ്പോഴൊന്ന് വളരുമായിരിക്കും, പക്ഷേ ശാശ്വതമായി വിളയുവാൻ ആ വിത്തിനും സാധിക്കുന്നില്ല. അതുപോലെ തന്നെയാണ് മുള്ളുകൾക്കിടയിൽ വീണ വിത്തിന്റെ അവസ്ഥയും. പലപ്പോഴും നമ്മളൊക്കെ സൗകര്യപൂർവ്വം ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഡിസ്ട്രാക്ഷൻസ്. ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആണ്. പലപ്പോഴും നമ്മളറിയാതെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ആ മൂല്യങ്ങളെയും ശ്രേഷ്ഠമായ ആത്മീയ ബോധ്യങ്ങളെയും ചോർത്തിക്കളയുന്ന ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് ഉണ്ട്. ക്രിസ്തു തന്നെ പറയുന്നുണ്ട്, ആ മുള്ളുകൾ വളർന്നു അവയെ ഞെരുക്കിക്കളഞ്ഞു. നമ്മുടെ ജീവിതത്തിൽ ചില ഡിസ്ട്രാക്ഷൻസ് നമ്മളെ ഞെരുക്കുവാൻ പോകുന്നവയാണ്. അവിടെ ക്രിസ്തു പറയുകയാണ്, ആ നിലത്തിലും വിത്തിന് വളരുവാൻ സാധിച്ചില്ല. പിന്നെ എവിടെയാണ് ആ വിത്ത് വളർന്നത്? നല്ല നിലത്താണ് വിത്ത് വളർന്നത്. നല്ല നിലത്തിന് ഒരുക്കത്തിന്റെ ഒരു കാലഘട്ടമുണ്ട്. ഏതവസ്ഥയിലായിരുന്നെങ്കിലും അതിനെ ഉഴുതുമറിച്ച് അതിൽ ജലം സന്നിവേശിപ്പിച്ച് അതിൽ സൂര്യതാപം കൊണ്ട് ചൂടുകൊണ്ട് ആ വിത്ത് സുന്ദരമായി വളരുകയാണ്. കർത്താവിൽ സ്നേഹമുള്ളവരെ, അനുതാപം എന്ന കലപ്പ കൊണ്ട് ഹൃദയത്തെ നമുക്കൊന്ന് ഇളക്കി മറിക്കാം. അനുതാപം എന്ന കലപ്പ കൊണ്ട് ഹൃദയത്തെ ഇളക്കിയെങ്കിൽ മാത്രമേ പരിശുദ്ധാത്മാവിന്റെ കൃപയാകുന്ന ആ പനിമഞ്ഞ് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് വരുമ്പോൾ ദൈവകൃപയുടെ ചൂടേറ്റ് വചനം ഫലമുള്ളതായി മാറുകയുള്ളൂ. അവിടെയാണ് നമ്മുടെ കേൾവികളും നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ പ്രവർത്തനങ്ങളും 30, 60, 100 മേനി ഫലം പുറപ്പെടുവിക്കുന്നത്. മർക്കോസിന്റെ സുവിശേഷ ഭാഗങ്ങളിൽ ക്രിസ്തുവിനെ ബേൽസബൂബ് എന്ന് വിളിച്ച മനുഷ്യർക്ക് മുമ്പിൽ ക്രിസ്തു പറഞ്ഞു വെക്കുന്നത് ഇതാണ്: കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. കാരണം
നിലം ഉഴുതുമറിക്കേണ്ട ഉത്തരവാദിത്തം നമ്മുടെയാണ്. ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കട്ടെ. ഒരിക്കലും ഒരു മനുഷ്യൻ ഒരു മലയുടെ മുകളിൽ നിന്ന് താഴേക്കിറങ്ങിയപ്പം വഴിയരികിൽ കണ്ട ഒരു പുഴയിൽ മാർദ്ദവമുള്ള ഒരു കല്ല് കണ്ടു. ആ കല്ലെടുത്ത് കയ്യിലൊന്ന് ഉരച്ചു നോക്കിയപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. ആ മനുഷ്യൻ പോകുന്ന വഴിക്ക് ആ കല്ലൊന്ന് തല്ലി പൊട്ടിച്ചു. പിന്നീട് ആ കല്ലെ തൊട്ട് നോക്കിയപ്പോൾ ആ മാർദ്ദവത്വമില്ല. കർത്താവിൽ സ്നേഹമുള്ളവരെ, പുറമേ മിനുസമുള്ളതായതുകൊണ്ട് കാര്യമില്ല. അകത്തേക്ക് ജലത്തെ സ്വീകരിക്കുവാനും അകത്തേക്ക് കൃപകളെ സ്വീകരിക്കുവാനും നമ്മുടെ ജീവിതത്തിൽ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട്, നല്ല നിലങ്ങളായി ആത്മാവിനെ സ്വീകരിച്ചുകൊണ്ട് 30, 60, 100 മേനി ഫലം പുറപ്പെടുവിക്കുന്നവരായി തീരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധ റൂഹ എനിക്ക് നിങ്ങൾക്കും ഇടയാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.